ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ന് പ്രവാസി ഭാരതീയ ദിവസ്. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ഭുവനേശ്വറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരം പ്രദർശിപ്പിക്കുന്നതിനുള്ള സവിശേഷ അവസരമാണ് മഹാകുംഭമേളയെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ എഐയും മൈക്രോസോഫ്റ്റും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ സ്വീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള ധാരണാപത്രം ഒപ്പുവച്ചതായി കേന്ദ്ര ഐടി മന്ത്രാലയം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു. 40ഓളം പേർക്ക് പരിക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ്സി ഒഡീഷയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് പ്രവാസി ഭാരതീയ ദിവസ്. 1915ൽ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയതിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസായി ആഘോഷിക്കുന്നത്. ഒഡീഷയിൽ നടക്കുന്ന 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. ഇന്നലെ വൈകിട്ട് ഭുവനേശ്വറിലെത്തിയ പ്രധാനമന്ത്രിയെ ഒഡീഷ ഗവർണർ ഹരിബാബു കമ്പംപതി, മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി, കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. 50ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി ഇന്ത്യൻ പ്രതിനിധികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങ് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യും. ആകാശവാണിയുടെ യൂട്യൂബ് ചാനലിലൂടെയും പരിപാടി തത്സമയം ലഭ്യമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മേഘാലയ ഒഡീഷ സന്ദർശനം ഇന്ന് ആരംഭിക്കും. മേഘാലയയിലെ ഉമിയാമിൽ ഐസിഎആർ ഗവേഷണ കേന്ദ്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഭുവനേശ്വറിൽ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ ശ്രീമതി മുർമു പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ആന്ധ്രാപ്രദേശിൽ 2 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിലുള്ള ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബിന്റെ ശിലാസ്ഥാപനം അദ്ദേഹം വിശാഖപട്ടണത്ത് നിർവഹിച്ചു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനും ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിനുമൊപ്പം റോഡ് ഷോയിലും ശ്രീ മോദി പങ്കെടുത്തു. 19,500 കോടി രൂപയുടെ റെയിൽ റോഡ് വികസന പദ്ധതികൾ, ചെന്നൈ ബംഗളൂരു വ്യാവസായിക ഇടനാഴിയുടെ ഭാഗമായ ക്രിസ് സിറ്റി പദ്ധതി എന്നിവയ്ക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. जब आंध्र की ये पॉसिबिलिटीज साकार होगी तो आंध्र भी विकसित बनेगा और तभी भारत भी विकसित राष्ट्र बनेगा. इसलिए आंध्र का विकास ये हमारा विजन है. आंध्र के लोगों की सेवा ये हमारा संकल्प है. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും തമ്മിൽ ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയിൽ വരാനിരിക്കുന്ന കേന്ദ്ര ബജറ്റ് സംബന്ധിച്ച വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. കൃഷി, ഗ്രാമവികസനം, ഇന്ത്യൻ കാർഷിക ഗവേഷണ സ്ഥാപനം, ഭൂവിഭവങ്ങൾ എന്നിവയുടെ ബജറ്റിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെ ശ്രീ ചൌഹാൻ പറഞ്ഞു. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരം പ്രദർശിപ്പിക്കുന്നതിനുള്ള സവിശേഷമായ അവസരമാണ് മഹാകുംഭമേളയെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. പ്രയാഗ്രാജിൽ മഹാകുംഭമേളയുടെ ഭാഗമായുള്ള കലാഗ്രാം കേന്ദ്രത്തിന്റെ ഒരുക്കങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്തു. രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുംഭമേള പോലുള്ള സാംസ്കാരിക ആഘോഷങ്ങൾ വലിയ ഊർജ്ജം പകരുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. देश दुनिया से आने वाले सभी लोगों को भारत के सांस्कृतिक वैविध्य से और उत्तर प्रदेश की सांस्कृतिक समृद्धता से परिचय कराया जा सके, इसको लेकर के संस्कृति मंत्रालय ने अपना एक कलाग्राम डेवलप किया है और साथ में उत्तर प्रदेश सरकार ने कला और संस्कृति और पर्यटन इन दोनों का दर्शन कराने के लिए यहाँ अलग अलग अपने क्षेत्र विकसित किए हैं. ഈ മാസം 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്നത്. മഹാകുംഭമേളയോടനുബന്ധിച്ച് ആകാശവാണിയും ദൂരദർശനും ഒരുക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്നലെ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് കുമാർ സെംഗാൾ, പ്രസാർ ഭാരതി സിഇഒ ഗൌരവ് ദ്വിവേദി, ദൂരദർശൻ ഡയറക്ടർ ജനറൽ കാഞ്ചൻ പ്രസാദ്, ആകാശവാണി ഡയറക്ടർ ജനറൽ പ്രജ്ഞ പരിവാൾ ഗൌർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിൽ 2 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കൊച്ചിയിലെത്തും. വടുതല ചിന്മയ സ്കൂളിൽ സുഗത സൂക്ഷ്മവനം ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം സംബന്ധിക്കും. പിന്നീട് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന ഔദ്യോഗിക മാധ്യമങ്ങളുടെ അവലോകന യോഗത്തിൽ ശ്രീ എൽ മുരുകൻ പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് ആലപ്പുഴ സംഹതി ക്യാമ്പസിൽ നടക്കുന്ന സുഗത സൂക്ഷ്മവനം പരിപാടിയിൽ പങ്കെടുക്കുന്ന മന്ത്രി വള്ളിക്കാവ് മാതാ അമൃതാനന്ദമയി ആശ്രമം സന്ദർശിക്കും. നാളെ കൊട്ടാരക്കര അവനീശ്വരം പത്മനാഭപിള്ള മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ
സെക്കൻഡറി സ്കൂളിലും നടക്കുന്ന സുഗത സൂക്ഷ്മവനം ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. നാളെ വൈകിട്ട് തിരുവനന്തപുരത്ത് കേന്ദ്ര ഗവൺമെന്റ് മാധ്യമ സ്ഥാപനങ്ങളുടെ അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ഇന്ത്യ എഐയും മൈക്രോസോഫ്റ്റും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ സ്വീകരിക്കുന്നതും വികസിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടുള്ള ധാരണാപത്രം ഒപ്പുവച്ചതായി കേന്ദ്ര ഐടി മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷന്റെ കീഴിലുള്ള ഒരു സ്വതന്ത്ര ബിസിനസ് ഡിവിഷനാണ് ഇന്ത്യ എഐ. 2026ഓടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഡെവലപ്പർമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, വനിതാ സംരംഭകർ എന്നിവരുൾപ്പെടെ 5 ലക്ഷം പേരെ മൈക്രോസോഫ്റ്റ് ഇന്ത്യ എഐ സഹകരണത്തിൽ നിർമ്മിത ബുദ്ധിയിൽ നൈപുണ്യവൽക്കരിക്കുക, ഗ്രാമീണ എഐ നവീകരണം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ധാരണാപത്രം ലക്ഷ്യമിടുന്നത്. ആന്ധ്രാപ്രദേശിൽ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു. നാളെ മുതൽ ഞായറാഴ്ച വരെ നടക്കുന്ന വൈകുണ്ഠ ഏകാദശി ദർശനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ടോക്കൺ വിതരണ കൌണ്ടറിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് അപകടമുണ്ടായത്. തിരുപ്പതി രാമനായിഡു സ്കൂളിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ടോക്കൺ വിതരണ കൌണ്ടറിൽ ഇന്നലെ വൈകിട്ട് നടന്ന സംഭവത്തിൽ പരിക്കേറ്റ 40ഓളം പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു അഗാധമായ ദുഃഖം പ്രകടിപ്പിച്ചു. ടെലികോൺഫറൻസിലൂടെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത മുഖ്യമന്ത്രി ഇന്ന് തിരുപ്പതി സന്ദർശിക്കും. പരിക്കേറ്റവരെ കുറിച്ചുള്ള വിവരങ്ങൾക്കായി 087722360007 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. തിരുപ്പതിയിലെ സംഭവത്തിൽ 6 പേർ മരിച്ച വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഉറ്റവരെ നഷ്ടപ്പെട്ടവരോടൊപ്പമാണ് തന്റെ ചിന്തകളെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സംഭവത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധി അനുശോചനം രേഖപ്പെടുത്തി. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. ISROയുടെ സ്പെഡെക്സ് ദൌത്യം വീണ്ടും മാറ്റിവച്ചു. ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കൂട്ടിയോജിപ്പിക്കുകയാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. 2 ഉപഗ്രഹങ്ങൾക്കിടയിൽ അധിക ഡ്രിഫ്റ്റ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡോക്കിംഗ് മാറ്റിവെക്കാൻ തീരുമാനിച്ചതെന്ന് ബഹിരാകാശ ഏജൻസി ട്വീറ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മകരവിളക്ക് മഹോത്സവത്തിനെത്തുന്ന തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ഇന്നു മുതൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് 50,000-ആയും തത്സമയ ബുക്കിംഗ് 5,000-ആയും നിജപ്പെടുത്തും. ഈ മാസം 13-ന് 50,000-ആയും മകരവിളക്ക് ദിനമായ 14-ന് 40,000-ആയും 15-ന് 60,000-ആയും നിജപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ തത്സമയ ബുക്കിംഗ് സംവിധാനം നിലയ്ക്കലേക്ക് മാറ്റും. സുരക്ഷിതവും സുഗമവുമായ ദർശനം എല്ലാവർക്കും സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷയെ നേരിടും. രാത്രി 7:30-ന് ചെന്നൈയിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ നിലവിൽ ഒഡീഷ FC 20 പോയിന്റുമായി 7ാം സ്ഥാനത്തും ചെന്നൈയിൻ FC 15 പോയിന്റുമായി 10ാം സ്ഥാനത്തുമാണ്. മലേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ HS പ്രണോയ് പ്രീ ക്വാർട്ടറിൽ കടന്നു. ഇന്ന് നടക്കുന്ന പ്രീ ക്വാർട്ടറിൽ ചൈനയുടെ ഷി ഫെങ്ലിയാണ് പ്രണോയിയുടെ എതിരാളി. പുതുതായി നിർമ്മിച്ച തലശ്ശേരി ജില്ലാ കോടതി കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ന് കോടതി പരിസരത്ത് പ്രത്യേക ചിത്രരചന സംഘടിപ്പിക്കും. ഈ മാസം 25-ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നടന്ന 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൃശൂർ ജില്ലയ്ക്ക് കിരീടം. 1/4 നൂറ്റാണ്ടിന് ശേഷമാണ് തൃശൂർ സ്വർണ്ണക്കപ്പ് ജേതാക്കളാകുന്നത്. 2ാം സ്ഥാനം പാലക്കാടിനും 3ാം സ്ഥാനം കണ്ണൂരിനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് പ്രവാസി ഭാരതീയ ദിവസ്. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് ഭുവനേശ്വറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ സമ്പന്നമായ സംസ്കാരം പ്രദർശിപ്പിക്കുന്നതിനുള്ള സവിശേഷ അവസരമാണ് മഹാകുംഭമേളയെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് കേരളത്തിലെത്തും. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ എഐയും മൈക്രോസോഫ്റ്റും നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ സ്വീകരിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള ധാരണാപത്രം ഒപ്പുവച്ചതായി കേന്ദ്ര IT മന്ത്രാലയം. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 6 പേർ മരിച്ചു. 40ഓളം പേർക്ക് പരിക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.